കലോത്സവ വേദിയിൽ നിന്നും നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പോയിന്റ് നില സംബന്ധിച്ച് കലാകിരീടം കണ്ണൂരിനാണ്. ഇക്കുറി സ്വർണ്ണക്കപ്പ് കണ്ണൂരിനാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് അല്പം മുൻപ് വരെ കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിൽ കണ്ണൂർ വീണ്ടും അവരുടെ ആധിപത്യം ഉറപ്പിച്ച് സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നു. ഇത്തവണത്തെ കലാകിരീടം സ്വർണ്ണക്കപ്പ് കണ്ണൂർ ജില്ലയ്ക്കാണ്. കണ്ണൂരിന് അഭിമാനാർഹമായ നേട്ടമുണ്ടായിരിക്കുന്നു. കൊല്ലത്ത് നടക്കുന്ന കലോത്സവ വേദിയിൽ നിന്നും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണക്കപ്പ് കണ്ണൂരിനാണെന്നുള്ളതാണ്. കണ്ണൂർ വളരെ കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട് 952 പോയിന്റോടെയാണ് സ്വർണ്ണക്കപ്പ് കണ്ണൂർ ഇക്കുറി കരസ്ഥമാക്കുന്നത്. കണ്ണൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു, അവരുടെ ആധിപത്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏറെ നാടകീയമായി കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്വർണ്ണ കിരീടം കണ്ണൂരിനാണെന്ന് ഉറപ്പായിരിക്കുന്നു. 952 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കലോത്സവ വേദിയിൽ നിന്നും നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഇത്തവണത്തെ കലാകിരീടം കണ്ണൂർ ജില്ലയ്ക്കാണ്. സ്വർണ്ണക്കപ്പ് കണ്ണൂർ ജില്ലയ്ക്കാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതാ പുറത്തു വരുന്നു. സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. കണ്ണൂർ ഇക്കുറി കലാകിരീടം നേടുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കണ്ണൂർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. കോഴിക്കോടും പാലക്കാടുമായിരുന്നു കണ്ണൂരിന് തൊട്ടുപിറകെ ഉണ്ടായിരുന്നത്. ഇന്നലെ വരെ കണ്ണൂരിനോടൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ഘട്ടത്തിൽ കോഴിക്കോടിനായിരിക്കുമോ കലാകിരീടം എന്ന് തോന്നിക്കുമാർ കോഴിക്കോട് പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയിരുന്നു. പക്ഷേ അവിടെയും വീണ്ടും അട്ടിമറി നടന്നിരിക്കുന്നു. കണ്ണൂർ അതിനെ മറികടന്നുകൊണ്ട് കണ്ണൂരിൻ്റെ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് കലാകിരീടം അണിയുകയാണ്. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, 952 പോയിന്റ് നേടി കണ്ണൂർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. മത്സരം കനത്തതായിരുന്നല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂർ കനകക്കിരീടത്തിൽ മുത്തമിടാൻ പോകുന്നു. 982 പോയിന്റോട് കൂടിയാണ് കണ്ണൂർ നേട്ടം കൈവരിക്കുന്നത്. മാത്രമല്ല തൊട്ടുപുറകെ ഉണ്ടായിരുന്ന കോഴിക്കോടിന് 949 പോയിന്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ 3 പോയിന്റുകളുടെ വ്യത്യാസമാണ് ഈ കോഴിക്കോടിന് കിരീടം നഷ്ടമാകാനും കണ്ണൂര് ഈ കലാകിരീടം ഉയർത്താനും ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. ഓരോ മത്സരങ്ങൾ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂരും കോഴിക്കോടും പാലക്കാടും നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒടുവിലെ 2 ദിവസം മത്സരം നടക്കുമ്പോൾ കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഓരോ മത്സരത്തിന്റെ വ്യത്യാസത്തിൽ പോയിന്റുകൾ, അത് ചെറിയ പോയിന്റുകളടക്കം ഈ വ്യത്യാസത്തിൽ ഇവർ തമ്മിൽ മാറ്റുരയ്ക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ കലോത്സവ വേദിയിൽ. അങ്ങനെ കലാപ്രതിഭകൾ മാറ്റുരച്ച കനകക്കിരീടം കണ്ണൂർ ഉയർത്താൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആശ്രാമം മൈതാനത്ത്, കൊല്ലത്തെ ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ സ്വർണ്ണക്കിരീടത്തിൽ മുത്തമിടും. കണ്ണൂരിനെ സംബന്ധിച്ച് അത് വളരെയേറെ ഒരു റിവഞ്ചായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. കോഴിക്കോടിനെ സംബന്ധിച്ച് ആദ്യ 3 ദിവസങ്ങളിൽ സർവാധിപത്യം പുലർത്തിക്കൊണ്ട് പിന്നീടുള്ള 2 ദിവസങ്ങളിൽ കോഴിക്കോടിന് സകലതും പല ഘട്ടങ്ങളിലുള്ള പ്രതീക്ഷകൾക്ക് തിരിച്ചടിയേക്കുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഏതായാലും സ്കൂൾ കലോത്സവത്തിൽ, ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ഉയർത്തുന്നത് അത് കണ്ണൂരായിരിക്കും. ഗോപികൃഷ്ണൻ, 10,000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലാമാമാങ്കത്തിൽ കലാകിരീടം അണിയുന്നു കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നു ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഇത്തവണ കണ്ണൂർ കരസ്ഥമാക്കുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ കണ്ണൂരിന് മുകളിലേക്ക് കോഴിക്കോട് പോയിന്റ് നിലയിൽ ഉയരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് 952 പോയിന്റുമായി 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് കണ്ണൂർ ഏറ്റുവാങ്ങുകയാണ്. കണ്ണൂർ കപ്പ് നേടുന്നത് ഇത് 4ാം തവണയാണ്. 952 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്ക് ലഭിച്ചത്. കണ്ണൂരിനാണ് ഇക്കുറി സ്വർണ്ണക്കപ്പ്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കളാകുന്നു. കൊല്ലം നഗരത്തിലെ 24 വേദികളിലായി 5 ദിവസം നീണ്ടുനിന്ന കലാമേള ഇന്ന് വൈകിട്ടോടെ അവസാനിക്കാനിരിക്കുമ്പോഴാണ് കണ്ണൂരിൻ്റെ സ്വർണ്ണക്കപ്പിലേക്കുള്ള നേട്ടം. ഇന്നാണ് കലാമേളയ്ക്ക് തിരശ്ശീല വീഴുന്നത്. ആകെ 239 ഇനങ്ങളിലാണ് മത്സരം നടന്നത്.
10,000-ത്തിലേറെ വിദ്യാർത്ഥികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിന്നാണ് ഏറ്റവും മികച്ച പോയിന്റ് നില കരസ്ഥമാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റിനുള്ള ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് കണ്ണൂർ ജില്ല ഇക്കുറി കരസ്ഥമാക്കുന്നത്. ഇത് 4ാം തവണയാണ് കണ്ണൂർ സ്വർണ്ണക്കപ്പിൽ നേടുന്നത്. ഇത് കലാമേളയിൽ കണ്ണൂരിന്റെ മികച്ച വിജയം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിന് സ്വർണ്ണക്കപ്പ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ. നമുക്ക് പോയിന്റ് നില കാണാം. കണ്ണൂരിന് 952 പോയിന്റ്, കോഴിക്കോട് 949, പാലക്കാട് 938, തൃശ്ശൂർ ജില്ല ഇപ്പോഴുള്ളത് 4ാം സ്ഥാനത്ത് 925 പോയിന്റ്, 5ാം സ്ഥാനത്താണ് മലപ്പുറം 913 പോയിന്റ്, കൊല്ലം ആതിഥേയ ജില്ലയായ കൊല്ലത്തിന് 6ാം സ്ഥാനത്താണ് 910 പോയിന്റ്, എറണാകുളം 899 പോയിന്റ്. ഇതാണ് ഈ പോയിന്റ് നില. ഈ കലാമേളയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. അവിടെ ഏറ്റവും മികച്ച പോയിന്റ് നില കരസ്ഥമാക്കി കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിടുകയാണ്. 4ാം തവണയാണ് കണ്ണൂരിന് സുവർണ്ണക്കപ്പ് കിട്ടുന്നത്. കോഴിക്കോടായിരുന്നു തുടക്കത്തിൽ ഇന്ന് രാവിലെ. ഇപ്പോൾ കോഴിക്കോട് മികച്ച മുന്നേറ്റം ഇടയ്ക്ക് നടത്തിയെങ്കിലും കണ്ണൂരിന്റെ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കലോത്സവ നഗരിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത ഈ കലാമേളയിൽ കണ്ണൂർ സ്വർണ്ണക്കപ്പ് നേടുന്നു എന്നുള്ളതാണ്.